ഹേ ഗായ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് യോഗാസനാസാണ്. യോഗാസനാസ് മീൻസ് പ്രഗ്നൻസി ഫ്രണ്ട്ലി ആണ്. നല്ലൊരു സൺഡേ ആയിരുന്നു, നല്ല ഒരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു മൂഡായിരുന്നു. അപ്പം ഞാൻ റെഗുലർ ചെയ്യുന്ന സെറ്റ് ഓഫ് യോഗാസ് ഉണ്ട്, അതെല്ലാം ഞാൻ ഇന്ന് ചെയ്യുന്നത്. ലൈറ്റായിട്ട് കുറച്ച് സ്ട്രെച്ചസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ചില ദിവസം ഭയങ്കര ക്ഷീണം തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേബി ആയിട്ടുള്ളൊരു കണക്ടിവിറ്റിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ബേബിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും നമുക്ക് വേണം. ഞാനിപ്പോൾ ചെയ്യുന്ന നമ്മുടെ പെൽവിക് മസിൽസ് ഇല്ലേ, അത് മേളിലോട്ട് ഇങ്ങനെ പുല്ല് ചെയ്തിട്ട് കോൺട്രാക്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നൊരു ഒരു യോഗാസനമാണ്. പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്ന കുറേ സെറ്റ് ഓഫ് യോഗാസനാസ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് വരും. മേളിലോട്ട് ഇങ്ങനെ വലിച്ച് കോൺട്രാക്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക. പ്രഗ്നൻസി ടൈമിൽ റെഗുലർ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് നമുക്ക് ഈ സമയത്ത് വരുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് കാലിൽ സ്വെല്ലിങ് വരാറുണ്ട്, മൂഡ് സ്വിങ്സ് വരാറുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് നമുക്ക് ഈ ഡെയിലി യോഗാസനാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ക്ഷീണം തോന്നുവാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈറ്റായിട്ട് വല്ലതും ചെയ്താലും മതി. നമ്മുടെ ബോഡി അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് എന്ത് പറ്റുന്നോ ആ രീതിയിലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ചെയ്ത യോഗാസ് നമ്മുടെ ഹിപ്പ് ഓപ്പണിങ്ങിനും അതേപോലെ ഷോൾഡറിനും സ്പൈനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ ഡീപ്പ് ബ്രീതിങ്ങിൻ്റെ കൂടെ ഓരോ സ്ട്രെച്ചസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് നല്ല രീതിയിൽ റിലാക്സ് ആവും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചസാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രാണായാമം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പ്രാണായാമം ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന പ്രാണായാമസ് നമുക്ക് ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈൻഡിന് വളരെയധികം റിലാക്സേഷനാണ്. ഒരുപാട് ഹെവി ആയിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിൻ്റെ നമുക്ക് എഫക്റ്റ് നമുക്ക് ബോഡിയിലും മൈൻഡിലും അറിയാൻ പറ്റും. ഡെയിലി വൈസ് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഗർഭസംസ്കാരം എന്ന് പറഞ്ഞൊരു ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിന് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ആക്ടിവിറ്റീസ് ഈ സമയത്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാസ്സാണത്. അപ്പോൾ അതിൽ കുറേ സ്ട്രെച്ചസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് സ്ട്രെച്ചസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങനെ ഹെവി യോഗാസ് ഒന്നും ചെയ്യാൻ പാടില്ല. ലൈറ്റായിട്ട് ഇങ്ങനെ കുറച്ച് സ്ട്രെച്ചസ് മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കണക്ടിവിറ്റിയാണ്. എർത്തിനോട് ഒരു കണക്ഷൻ വേണം, അതേപോലെ ബേബിയോട് കണക്ടിവിറ്റി വേണം, ബേബിയോട് സംസാരിക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഞാൻ ചുമ്മാ വെളിയിൽ കൂടെ ഇറങ്ങിയതാണ്. അപ്പം നിറയെ റംബൂട്ടാൻ നിൽക്കുന്നു. പക്ഷേ ഈ റംബൂട്ടാൻ ഒന്നും നമുക്ക് കഴിക്കാൻ കിട്ടാറില്ല, കാരണം അണ്ണാൻ മൊത്തം കഴിച്ചുകൊണ്ട് പോകും ഒന്ന് പഴുക്കുമ്പം തന്നെ. അപ്പം ഞാൻ ഒന്ന് രണ്ട് ചുമ്മാ, ഒരുപാട് പഴുത്തിട്ടില്ല, അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി ഒന്ന് രണ്ട് പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ പറമ്പിൽ തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ച് തിന്നാനൊരു പ്രത്യേക സുഖമാണ്. അതുമാത്രമല്ല, നമുക്ക് പേടിക്കാതെ തിന്നുകയും ചെയ്യാം. കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമല്ലേ, അതും നമുക്ക് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ ക്ലീനിങ് എല്ലാം പരിപാടിയിലായിരുന്നു. ഫുൾ ഡസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക, കിടക്കാൻ തോന്നുമ്പോൾ കിടക്കുക, ഫ്രീ ആയിട്ട് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ചെയ്യണ്ട, അങ്ങനെ ഒന്നും നിർബന്ധമില്ല. പക്ഷേ ആക്റ്റീവായിട്ടിരിക്കുക എന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.